ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു അഭിസുഷൻ. ഇന്ന് വാട്സപ്പ് കോളിൽ നമ്മൾ സാധാരണ വാട്സപ്പ് കോൾ ചെയ്യാറുണ്ട് അല്ലെ. വാട്സപ്പ് കോളിൽ ചെറിയൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. വാട്സപ്പ് കോൾ വഴി നമ്മൾ പല ഫ്രണ്ട്സിനെയും നമ്മൾ വിളിക്കാറുണ്ട്. പക്ഷെ ചില സമയത്ത് വാട്സപ്പ് കോളിൽ നമ്മൾ വിളിക്കുന്നതിന് പകരം വാട്സപ്പിൽ നിന്ന് തന്നെ നമ്മൾ ചിലപ്പോൾ ഫോൺ കോൺടാക്ട്സ് ത്രൂ വിളിക്കാറുണ്ട്. അതിലുള്ള ചെറിയൊരു ട്രിക്കാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പൊ നിങ്ങളൊന്ന് വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക, കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. പലപ്പോഴും അത് ആവശ്യം വരും നമുക്ക്. പ്രത്യേകിച്ച് നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് കോൾ ചെയ്യേണ്ട സമയത്ത് ഇത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് പരിചയമില്ലാത്ത ആളുകൾ, ഒരു പരിചയമില്ലാത്ത ആളുകളെ, കോൺടാക്ട്സിൽ ഒന്നും ആഡ് ചെയ്യാത്ത ആളുകളെ എങ്ങനെയാണ് വിളിക്കുക എന്നുള്ളത് ഇതിൽ പറയുന്നുണ്ട്. അറിയുന്നവരാണെങ്കിൽ അറിയാത്തവർ കൂടി ഇത് ഷെയർ ചെയ്യുക. മാത്രമല്ല എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടത് ലൈക്ക് ബട്ടണും എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ സാധാരണ വാട്സപ്പിൽ കോൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഫോണില് ഡയലർ പാഡിൽ നമ്മൾ കോൾ ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഒരു ഡയലർ പാഡ് നമുക്ക് വാട്സപ്പിലുണ്ട്. ഇനി അഥവാ അത് കിട്ടാത്തവരാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ വാട്സപ്പ് എല്ലായ്പ്പോഴും ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഒന്നരാടം ദിവസങ്ങളിൽ നമ്മളൊന്ന് വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഒന്ന് അപ്ഡേറ്റ് കൊടുക്കുക. അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ അപ്ഡേറ്റ് വരും. ഇവിടെ നമുക്ക് വാട്സപ്പിൽ നേരെ കയറിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാട്സപ്പിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ കുറെ പ്രൊഫൈൽസ് കാണുന്നുണ്ട്. ഇവിടെ നമുക്കൊരു പ്ലസ് ബട്ടൺ കാണുന്നുണ്ട്. അതിന്റെ തൊട്ട് താഴെ കോൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ കോൾസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ മുകളിൽ ഒരു കോൾ ബട്ടന്റെ മേലൊരു പ്ലസ് ബട്ടൺ കൂടി കാണുന്നുണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നേരെ കോൾ എ നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിന്റെ താഴെ ന്യൂ കോൺടാക്റ്റും കാണിക്കുന്നുണ്ട്. ഈ കോൾ എ നമ്പറിൽ നമുക്ക് നല്ലൊരു ട്രിക്ക് ഉണ്ട്. നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മളെ ഫ്രണ്ട്സിനെ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ കോൾ എ നമ്പറിൽ നമുക്ക് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എന്റെ തന്നെ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്യണം. മറ്റൊരു നമ്പർ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിക്കുന്ന സമയത്ത് അവർക്ക് വാട്സപ്പ് ഉള്ളതാണെങ്കിൽ, നമ്മുടെ കോൺടാക്ട്സിൽ വാട്സപ്പ് ഉള്ളതാണെങ്കിൽ താഴെ നമ്മുടെ വാട്സപ്പിൽ നമ്മുടെ പേര് ഇവിടെ കാണിക്കും. എന്നിട്ട് നമ്മൾ നേരെ താഴെ കോൾ ബട്ടണിൽ പ്രസ് ചെയ്താൽ ഓൺ ദി സ്പോട്ടിൽ നമുക്ക് കോൾ പോകും. പക്ഷെ കോൾ പോവുക എന്തിലേക്കായിരിക്കും? വാട്സപ്പ് കോളിലേക്കും പോവാം. ഞാനിവിടെ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒന്ന് താഴെ നിന്ന് കോൾ പ്രസ് ചെയ്യാണ്. നേരെ പോകുന്ന വാട്സപ്പ് കോളിലേക്കാണ്. നമ്മൾ എന്ത് ചെയ്യുക? രണ്ടാമത്തെ ആ കോളെ നമ്പർ ഒന്നുകൂടി എടുക്കുക. അതിനുശേഷം ഞാനിവിടെ ജസ്റ്റ് ഒരു 000 നമ്പർ ആണ് കൊടുക്കുന്നത്. അങ്ങനെ 10 അക്ക നമ്പർ ആണല്ലോ നമുക്ക് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ലാസ്റ്റ് നമ്പർ 10ാമത്തെ നമ്പർ വരുന്ന എത്രയാണോ അത് നമ്മൾ അടിക്കുന്ന ഓൺ ദി സ്പോട്ടിൽ തന്നെ താഴെ നമ്മൾ എന്ത് ചെയ്യുക? ആ കോൾ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ നമുക്ക് കണ്ടില്ലേ, നേരെ പോകുന്നത് നമ്മുടെ ഫോൺ കോളിലേക്കാണ് പോകുന്നത്. നല്ലൊരു ട്രിക്കാണിത്. നമുക്ക് വാട്സപ്പിൽ നിന്ന് നമുക്ക് സാധാരണ വാട്സപ്പ് കോൾ അല്ലാതെ നമുക്ക് നേരെ ഡയലറിലേക്ക് പോയിട്ട് നമുക്ക് ഫോൺ വഴി തന്നെ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തായിട്ട് നമുക്ക് ഇവിടെ താഴെ കാണിക്കുന്ന ന്യൂ കോൺടാക്ട് ഉണ്ടല്ലോ, അതിന് താഴെയുള്ള QR ഒന്ന് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട്സ് ഇല്ലാത്ത ആൾക്കാരെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഓൺലി ദിസ് ടൈം കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? QR സ്കാൻ ചെയ്താൽ നമ്മളെ പലപ്പോഴും ഷോപ്പുകളിലൊക്കെ നമുക്കത് വളരെ യൂസ്ഫുൾ ആണ്. ആ QR ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ അവരുമായിട്ട് ചാറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് രണ്ട് ട്രിക്കും നിങ്ങൾക്ക് അറിയോ എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്.